ഇന്ന് ജൂലൈ 20. മാർക്കറ്റ് തുറന്നിട്ടിപ്പം സമയം 9:48. അവിടെ എന്താ സംഭവിച്ചത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ നോക്കാൻ അറിയാൻ പറ്റും. ഡെൽറ്റ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അല്ലേ? ഡെൽറ്റ ഇത് സെല്ലേഴ്സ് താഴത്തോട്ട് അഗ്രസീവ് സെല്ലേഴ്സ് താഴത്തോട്ട് കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രൈസ് ഈ ഒരു ഫ്ലോറ് അത് ബ്രേക്ക് ചെയ്തിട്ടില്ല. പ്രൈസ് ഡെൽറ്റ നോക്കുകയാണെങ്കിൽ ഡെൽറ്റ ഒരു മാസീവ് സെല്ലിങ് വന്നിട്ടുണ്ട്. പക്ഷേ അവിടെ ഇത്രയും വലിയ സെല്ലിങ് വന്നിട്ടും പ്രൈസ് അവിടെ തന്നെ നിൽക്കുകയാണ് അല്ലേ? അപ്പോൾ അതിനർത്ഥം വെച്ചിട്ട് ഇവിടെ ഒരു അബ്സോർപ്ഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ലോങ്സ് നോക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി വരും. ഇനി നമ്മൾ ലോങ്സ് എപ്പോൾ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അബ്സോർപ്ഷൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു റിവേഴ്സലിൻ്റെ സൈൻ അല്ല. പക്ഷേ നമുക്ക് ബയേഴ്സിൻ്റെ ഇംബാലൻസ് കൂടുതലായിട്ട് വരുന്നത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ലോങ്സ് നോക്കാം. ഓക്കെ, അപ്പം ഞാനിപ്പം നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ അവിടെ ഒരു അബ്സോർപ്ഷൻ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഒരു കീ ലെവൽ കണ്ടിട്ട് ആ കീ ലെവലിൻ്റെ മേലിൽ നിന്ന് ബയേഴ്സ് വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ സെല്ലേഴ്സ് എക്സോസ്റ്റഡ് ആയി ബയേഴ്സ് പതുക്കെ വാങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പം നമുക്ക് എൻ്റർ ചെയ്യാം. അതുവരെ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല, നമുക്ക് എൻ്റർ ചെയ്യില്ല. ഇപ്പോൾ അവിടെ നമുക്ക് ഈ ഒരു ക്യാൻഡിൽ കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഇതുണ്ടോ, ഇവിടെയൊക്കെ ബൈയിങ് വന്നിട്ടുണ്ട്. ഈ ബൈയിങ്ങിന് ഇനി റിവാർഡ് കിട്ടണം. അതായത് ഇവർ ഇങ്ങനെ ഇപ്പോൾ വാങ്ങിയിട്ട് ക്യാൻഡിൽ അവിടെ തന്നെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ അർത്ഥം എന്ന് വെച്ചാൽ ഈ ബയേഴ്സിൻ്റെ എഫേർട്സിനെല്ലാം റിവാർഡ് കിട്ടി എന്നുള്ളതാണ്. നമുക്ക് അങ്ങനെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ക്യാൻഡിൽ കഴിഞ്ഞു. നമുക്കിനി ബൈ ചെയ്യാം. അത് എനിക്ക് സാമാന്യം കോൺഫിഡൻസ് ഉണ്ട് ഈ ഒരു സെറ്റപ്പിൽ. അപ്പോൾ ഞാൻ ബൈ ചെയ്യാണ്. ഞാൻ ബൈ ചെയ്തത് 24,000 CE ആണ്, 188. ഞാൻ പറഞ്ഞ പോലെ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ ഒട്ടും മടിക്കേണ്ട. നമുക്ക് ഒരു പറ്റുന്ന ലോട്ട് നമുക്ക് ഫസ്റ്റ് വ്യൂ ആപ്പിനായിരുന്നു ബുക്ക് ചെയ്യാം. എന്നിട്ട് ആ ടാർഗറ്റിനനുസരിച്ചുള്ള സ്റ്റോപ്പ് ലോസും വെക്കാം. അപ്പം 186 തൊട്ട് 20 പോയിന്റ് 10 പോയിന്റ് ഞാൻ സ്റ്റോപ്പ് ലോസ് വെക്കാം. ഞാൻ 187 കയറിയത്. അപ്പോൾ ഞാനൊരു 177, 176, ഓക്കെ, 176 ഞാൻ സ്റ്റോപ്പ് ലോസ് ഒക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്ത് സംഭവിക്കും. അപ്പോൾ നമ്മുടെ സെറ്റപ്പ് ഏകദേശം വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കയറിയത് 188. ഇപ്പോൾ ഒരു 6 പോയിന്റോളം നമുക്ക് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ആ VWAP ആ പ്രീമിയം തൊട്ടടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് 206 നമുക്ക് കിട്ടും. ഞാൻ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കാം. ഇനിയിപ്പോൾ സ്ലിപ്പേജ് കാരണം പോകണ്ടെന്ന് വെച്ചിട്ട്. അപ്പോൾ ഒരു 206 എന്തായാലും കിട്ടും. കാര്യം ഇതെന്ന് പറയുമ്പോഴത്തേക്കും 158, 10, 98, അതെ, ഒരു 18 പോയിന്റോളം നമുക്ക് കിട്ടുന്നതാണ്. കുഴപ്പമൊന്നുമില്ല. അതായത് നമ്മുടെ ക്യാൻഡിൽസ് നോക്കുമ്പോഴത്തേക്കും ഇനീഷ്യേറ്റീവ് വരുന്നുണ്ട്. കാര്യം ഇവിടെയൊക്കെ സെല്ലേഴ്സ് ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ സെല്ലേഴ്സിന് മാർക്കറ്റ് താഴെ ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഒരു പ്രതീക്ഷ ഈ ഒരു വാല്യൂ ഏരിയ ലോ വരെ എത്തും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അപ്പം അത് മാത്രമല്ല, നമുക്ക് നല്ലൊരു PE ആണെങ്കിൽ പോലും നല്ലൊരു ഫോള് വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ എത്തിയേ പറ്റൂ. അപ്പം നമുക്ക് ഹോൾഡ് ചെയ്യാം. അപ്പം ഇത് ലൈവായിട്ട് എടുക്കുന്ന ട്രേഡാണ്, ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ പ്രീമിയത്തിൻ്റെ മൂവ്മെൻറ്റ്. 10 പോയിന്റ് കയറിയിട്ടുണ്ട്. ഞാനിപ്പോൾ ബുക്ക് ചെയ്യുന്നില്ല. ഞാൻ ലോട്ട് സൈസ് കുറച്ചാണ് ഞാൻ കയറിയത്. അപ്പോൾ അത് കാരണം ഞാനിനി അത് പാർഷ്യലി ബുക്ക് ചെയ്യാൻ വേണ്ടി ഒന്നുമില്ല. ഒരു 5 ലോട്ടൊക്കെ ആണെങ്കിൽ ഒരു 10 പോയിന്റ് 3 ലോട്ട് ബുക്ക് ചെയ്യാമായിരുന്നു. പിന്നെ ഞാൻ ആകെ ഒരു 3 ലോട്ടാണ് എടുത്തത്. അപ്പോൾ പിന്നെ എന്തായാലും ഇപ്പോൾ ഇത്ര അടുത്തെത്തിയ സ്ഥിതിക്ക് എന്തായാലും അത് ആ ഒരു VWAP ടച്ച് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാര്യം അങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താ സംഭവിക്കുക. ഞാൻ വീഡിയോ പോസ് ചെയ്യുന്നില്ല. ഇത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാക്കാമല്ലോ പ്രീമിയത്തിൽ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മൾ റിസ്ക് ഇപ്പോൾ ഇത്രയൊക്കെ പോയിന്റ് കയറിയ സ്ഥിതിക്ക് നമുക്ക് ഇത്രയും റിസ്ക് എടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ SL നമ്മൾ വാങ്ങിച്ച സ്ഥലത്ത് കൊണ്ട് വയ്ക്കാം. ജസ്റ്റ് ഇൻ കേസ് നമുക്കറിയില്ലല്ലോ, ഇനിയിപ്പോൾ എങ്ങാനും എല്ലാം കൂടെ അടപടലം ടാർഗറ്റ് അടിക്കാതെ താഴെ വീണ് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഓക്കെ.
ഞാൻ നേരത്തെ അലേർട്ട് ഇട്ടില്ല, ആ അലേർട്ടാണ് അവിടെ അടിച്ചത്. നമ്മുടെ ടാർഗറ്റ് എത്താറായിട്ടുണ്ട് ഏകദേശം. അപ്പം പ്രോഫിറ്റ് നിങ്ങൾക്ക് കാണാം. ഇനി 3 ലോട്ട് എടുത്തിട്ടുള്ളൂ. അപ്പം 3 ലോട്ടിൻ്റെ 2500 രൂപയാണ് പ്രോഫിറ്റായിട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. ജൂലൈ 20, സമയം 10:15, സംതിങ് ഇൻട്രസ്റ്റിംഗ് ജസ്റ്റ് കെയിം അപ്പ്. ഈ ഡെൽറ്റ ഉണ്ടോ, ഇത്രയും വലിയ ഡെൽറ്റ വന്നിട്ട് ഇവിടെ ഒന്നും പ്രൈസിനൊന്നും സംഭവിച്ചില്ല. സോ ഇറ്റ്സ് എ ബിഗ് അബ്സോർപ്ഷൻ. അവിടെ നോക്കി അറിയാം, നമുക്ക് ഫുട് പ്രിൻറ്റ് ചാർട്ട് നോക്കി അറിയാം. നമ്മുടെ ഒരു സപ്ലൈ സോണാണിത്. ഇത്രയും വലിയ ഡെൽറ്റ വന്നിട്ടും ആ എഫിന് മുകളിൽ ഡെൽറ്റ അബ്സോർബായി. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ സപ്ലൈ സോൺ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റാൻ തൽക്കാലം ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും കാണാൻ വേണ്ടി വീഡിയോയിൽ. സോ വാട്ട് ഐം സെയിങ് മീൻസ് നമുക്കിവിടെ നൈസ്, ഇവിടെ നമുക്ക് ഡെൽറ്റ ഡൈവേർജൻസ് ക്യാൻഡലും കൂടെ ഉണ്ട്. ലെറ്റ്സ് സേ ഒരു നല്ലൊരു ഇംബാലൻസിൽ നമുക്ക് ഇതിൻ്റെ മേലോട്ട് ക്ലോസിംഗ് കിട്ടുകയാണെങ്കിൽ വി ക്യാൻ ഗോ ഫോർ സി അഗെയിൻ. നമുക്ക് നോക്കാം. എനിക്കൊരു കൺവിൻസിംഗ് ആയിട്ടൊരു ക്യാൻഡിൽ കിട്ടിയില്ല. ലെറ്റ്സ് വെയിറ്റ് ഫോർ ദിസ് ക്യാൻഡിൽ നൗ. ഓക്കെ, സി ആണ് നമ്മൾ നോക്കുന്നത്. I think there is a continuation here. Let's perfect. നമുക്ക് ഈ ക്യാൻഡിലൂടെ ക്ലോസ് ആയി കഴിഞ്ഞാൽ നമുക്ക് എൻ്റർ എടുക്കാം. ഇറ്റ്സ് എ ഗുഡ് ബ്രേക്ക് ഔട്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ ഫോർവേഡ്. അപ്പോൾ ഞാൻ സിയിൽ ഇവിടെ എൻ്റർ ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താ സംഭവിക്കുകയെന്ന്. അപ്പം നമ്മൾ എൻട്രി എടുക്കാനുള്ള റീസൺ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഒരു വലിയൊരു അബ്സോർപ്ഷൻ കണ്ടു. പിന്നെ തിരിച്ച് ബയേഴ്സ് മേലോട്ട് വാങ്ങാൻ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ബയേഴ്സ്. അപ്പം നമ്മൾ അപ്പം തന്നെ പ്രീമിയത്തിൽ നമ്മൾ എൻട്രി എടുക്കുകയായിരുന്നു. ഞാൻ 3 ലോട്ടിലാണ് ഞാൻ എൻട്രി ചെയ്തത്. ഒരു കണ്ടിന്യൂഷൻ സെറ്റപ്പായ കാരണം എനിക്ക് കംഫർട്ടബിളായി തോന്നിയത് ഒരു 3 ലോട്ടാണ്. അത് കാരണമാണ് ഞാനതിൽ എൻട്രി ചെയ്തത്. ഫുൾ ലോട്ട് ഞാൻ എൻട്രി ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. അപ്പം പക്ഷേ ഇറ്റ് ലുക്സ് ലൈക്ക് നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ പോകുന്നില്ല. അതായത് ആദ്യം നമുക്ക് ഡെൽറ്റ ഡൈവേർജൻസ് കിട്ടിയ ആ ഒരു സ്ഥലത്തോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബയസ് ഞാനിപ്പോഴും സിയിൽ തന്നെയാണ്. അപ്പം ഞാൻ വിചാരിക്കുക ഞാൻ ഒന്ന് ആവറേജ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പം ഞാനൊരു 3 ലോട്ടം കൂടെ ഞാൻ ഫ്യൂച്ചറിൻ്റെ ചാർട്ടിൽ വിയാപ്പുള്ള സ്ഥലത്ത് ഞാനൊന്ന് ആവറേജ് ചെയ്യണം. അപ്പം ആവറേജ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ബൈ ചെയ്ത ആ സ്ഥലത്തുനിന്ന് എത്രയാണോ ഹൈ പോയത് ആ ഹൈയിലാണ് ഞാൻ എൻ്റെ ടാർഗറ്റ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഞാനൊരു 215 ഞാൻ എൻ്റർ ചെയ്തത്. അപ്പോൾ നമ്മുടെ ആവറേജ് ചെയ്ത പ്രൈസ് എന്ന് പറയുന്നത് 222. അപ്പം നമുക്ക് ഒരു 236 വരെ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ഏകദേശം 16 പോയിൻറ്റോളം നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ എൻ്റെ സ്റ്റോപ്പ് ലോസ് എൻ്റെ എല്ലാ പൊസിഷൻസും ഞാൻ എക്സിറ്റ് ചെയ്യുന്നത് 202. അതായത് എനിക്ക് നല്ല സ്റ്റോപ്പ് ലോസ് വരും. കാര്യം മേളിൽ നിന്ന് വാങ്ങിച്ചതിൻ്റെ ഒരു 15 പോയിൻറ്റ്, പിന്നെ ഈ താഴെ വാങ്ങിച്ചതിൻ്റെ ഒരു 10 പോയിൻറ്റ്, ഒരു 30 പോയിൻറ്റോളം സ്റ്റോപ്പ് ലോസ് വരും. പക്ഷേ ബയസ് കറക്റ്റായിരുന്നു. അപ്പോൾ മാർക്കറ്റ് നമ്മൾ വിചാരിച്ച പോലെ തന്നെ പോകുന്നുണ്ട്. അപ്പം ഇപ്പോൾ നമ്മൾ തിരിച്ച് പ്രോഫിറ്റിലായി. ഇപ്പം ഏകദേശം ഒരു 6400 രൂപയോളം നമുക്ക് പ്രോഫിറ്റ് ഉണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം, നമുക്ക് ഫുള്ള് പ്രോഫിറ്റിലേക്ക് പോകുമെന്ന്. അപ്പം ഞാൻ ലെറ്റ്സ് വെയിറ്റ്. വീഡിയോ ലെങ്തി ആവാനുള്ള കാരണം ഞാനൊന്ന് ഫാസ്റ്റ് ടൈം ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ കട്ട് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് കണ്ടറിയാം ടാർഗറ്റിലോട്ട് പോവുകയാണ്. അങ്ങനെ നമുക്ക് ഫുൾ ടാർഗറ്റ് നമ്മൾ മീറ്റ് ചെയ്തു. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരുപാട് എഫേർട്ട് വേണ്ടിയിരുന്നൊരു വീഡിയോ ആണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.